കേരളത്തിന്റെ വികസന കുതിപ്പിന് വേഗമാകാൻ കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി. വ്യവസായ അനുമതികൾ ചുവപ്പ് നാടയിൽ കുരുങ്ങില്ലെന്നാണ് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പ്. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാർ ഉറപ്പ് നൽകി. വികസനത്തിന് പ്രതിപക്ഷവും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ലോകത്തിനു മുന്നിൽ നിക്ഷേപത്തിന് വാതിൽ തുറന്നിട്ട് കേരളം. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ് സമയബന്ധിതമായി നൽകുമെന്ന് മുഖ്യമന്ത്രി. The government of Kerala shall strain every nerve and leave no stone unturned. കേരളത്തിലെ നിക്ഷേപത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണ ഉച്ചകോടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാർ ഉറപ്പു നൽകി. കേരളത്തിൽ 3 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് പൂർത്തീകരിക്കുന്നതെന്ന് റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. അന്താരാഷ്ട്ര നിലവാരമുള്ള വികസനമാണ് ലക്ഷ്യം. I will assure you that at least in my regime we will complete the work more than 3 lakh crores in Kerala. കേരളം നിക്ഷേപകരുടെ സ്വർഗമായെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ നേതാക്കളും സംഗമത്തിന്റെ ഭാഗമായി. വികസനത്തിന് പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലെ സംരംഭങ്ങൾ വരണം, അതിനുള്ള എല്ലാ പൂർണ്ണമായ പിന്തുണയും ഗവൺമെന്റിന് കൊടുക്കും, നെഗറ്റീവായിട്ട് നിൽക്കില്ല. 26 രാജ്യങ്ങളിൽ നിന്ന് 3000-ഓളം സംരംഭകരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. നിക്ഷേപത്തിന് താൽപര്യപത്രം ഒപ്പിട്ട കമ്പനികളുടെ പട്ടിക നാളെ പ്രഖ്യാപിക്കും. രാജ്യത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. ഈ സാഹചര്യത്തിൽ ആഗോള നിക്ഷേപക സംഗമത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷകളും ഉയരെ. ലുലു അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിന് മുന്നിൽ നിന്നും നിതിൻ അംബുജനൊപ്പം എസ് ശ്രീകാന്ത്, 24.